നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അനിയത്തിൻ്റെ വീട്ടിലൊരു പ്രത്യേക വിശേഷമുണ്ട്. അതിന് വേണ്ടി വന്നതാണ്. അവിടെ ഇരിക്കുന്നത് അനിയത്തിൻ്റെ ഭർത്താവാണ്. സോഫയിലിരിക്കുന്നത് എൻ്റെ ഏച്ചിയാണ്. പടീൻ്റെ അടുത്തെല്ലാം നിൽക്കുന്നത് അവരെ ബന്ധുക്കളാണ്. പിന്നെ പുറത്തിരുന്ന് മൊബൈലിൽ കളിക്കുന്നത് തൊട്ട അയൽവാസിയാണ്. ഇയാൾതാണ് ഇന്ന് വിശേഷം. 7-ാം മാസം പ്രസവിക്കാൻ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കുന്നതാണ്. ചെമ്മീൻകറി, വറവ്, ചടങ്ങ് കേട്ടാ. ഇവർ 7-ാം മാസം ഗർഭിണീനെ കൊണ്ടാക്കുന്ന സമയത്ത് ഇവർ പിന്നെ അരിയിട്ട് അനുഗ്രഹിക്കുകയല്ല ചെയ്യുക. നെയ്യ് തൊട്ട് കൊടുക്കും, വായിൽ കൊടുക്കും, നെറ്റിക്ക്, വായിൽ, പിന്നെ വയറിന്, കാലിൽ. ഇങ്ങനെയാണ് നെയ്ത് 3 ആൾ ഇങ്ങനെ നെയ്ത് തൊട്ട് കൊടുത്തിട്ടാണ്. അതാണ് അവരനുഗ്രഹം. ഭർത്താവിൻ്റെ അച്ഛൻ്റെ ആൾക്കാരാണ്. അനിയത്തി മോളെ വീട്ടിലെത്തി. അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി, ചിക്കൻ ചില്ലി, പൊറോട്ട, ബ്രെഡ്, ചപ്പാത്തി, കേക്ക്, കലത്തപ്പം. അടുത്തതിനും വരാൻ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ മുടക്കിയിട്ടാണ് വരാണ്ടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ടാണെങ്കിൽ ഇതൊന്നും കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മോളെ അവിടെ ആക്കിയിട്ടാണ് വരുന്നത്. അനിയത്തിൻ്റെ മോൻ്റെ ഭാര്യ. അവളെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുമെന്ന്. കാറിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ കയറിയത്. അപ്പോൾ അവർ പറഞ്ഞ് അപ്പം നീ അവിടെയാണെന്നല്ല പറഞ്ഞ് കളിയാക്കുമെന്ന്, ചിരിക്കുമെന്ന്. എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ തിങ്ങി ഞെരുങ്ങിയിട്ട് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ഒരാൾ കുറഞ്ഞില്ലേ. അപ്പോൾ സൗകര്യത്തിൽ നമ്മൾ വരുന്നത്. കുറച്ച് ദൂരം വണ്ടിയിൽ വരാനുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പുറത്തെ വീഡിയോ എന്തെങ്കിലും കാഴ്ചയിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഡ്രൈവർക്ക് വേറെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് അത്രയും സ്പീഡിലായിരുന്നു വണ്ടി വിട്ടത്. കട്ട് റോഡ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.